ത്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ കേൾക്കാൻ വേണ്ടി നമുക്ക് ഈ സമയം കാതുകൊടുക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന തിരുവചനത്തെ നമുക്ക് അനുസ്മരിക്കാം. അവൻ്റെ വഴികളിൽ ഇഷ്ടപ്പെട്ട് അവനെ ഭയപ്പെട്ട് നമുക്ക് അവൻ്റെ വചനത്തെ വളരെ താല്പര്യത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ്. നമ്മൾ പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ നോഹയെക്കുറിച്ച് കേൾക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അത് വലിയ ഒരു ഭാഗ്യകരമായ അനുഭവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ജഡവും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്ന ഒരു കാലഘട്ടത്തിൽ, മനുഷ്യരെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിച്ചതായ ദുഃഖിച്ചതായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു മനുഷ്യന് അവൻ്റെ കുടുംബത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ? കൃപ എന്ന് പറഞ്ഞാൽ നാം അർഹിക്കാത്ത ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ദാനമാണ്, പക്ഷേ അതിന് നമുക്ക് അർഹതയുണ്ടായിട്ട് ലഭിക്കുന്നതല്ല. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കാൻ ആവശ്യമായ മിനിമം മാർക്ക് കിട്ടാതെ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷാ ബോർഡ് കൂടിയിട്ട് SSLCക്കോ +2-നോ ഒക്കെ പരീക്ഷാ ബോർഡ് കൂടിയിട്ട് തീരുമാനിക്കും, ഇത്ര മാർക്ക് നമുക്കവർക്ക് മോഡറേഷൻ കൊടുക്കാം. ഇപ്പോൾ 210 മാർക്ക് കിട്ടേണ്ട സമയമാണെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന പലർക്കും ഒരു 6 മാർക്കോ 8 മാർക്കോ വരെ മോഡറേഷൻ കൊടുത്ത് 210 ആക്കി വിജയശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ പരിശ്രമിക്കാറുണ്ട്. ഇങ്ങനെ മാർക്ക് കൂടി കിട്ടുമ്പോൾ അത് നമ്മൾ അർഹിക്കുന്നതല്ല, അർഹിക്കാത്തത് ലഭിച്ചതാണ് നമുക്ക് ജയിക്കാൻ കാരണമായി തീർന്നത് എന്നതുപോലെയാണ്. പലപ്പോഴും നമ്മൾ അർഹിക്കുന്നതല്ല, അർഹിക്കാത്തതാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ ബലഹീനരായിരിക്കെ ബലഹീനരായ നമ്മിലേക്ക് ദൈവം കരുണ ചെയ്യുന്നത് കൊണ്ട്, കൃപ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കൈവന്നിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ യശസ്സ്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നേടിയിട്ടുണ്ടോ, നമ്മുടെ മക്കൾ, അവരുടെ ഭാവി, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന്. എന്നാൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പോലും നീ പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കൈയുടെ ശക്തി, നമ്മുടെ ബുദ്ധിയുടെ കഴിവ്, ഇവ കൊണ്ടാണ് പലതും നേടിയത് എന്ന് ചിന്തിച്ചു പോകുന്നവരാണ്. എന്നാൽ ദൈവവചനം പറയുകയാണ്, 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ദൈവത്തിൻ്റെ ദാനമല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് കൃപ എന്ന് പറയുന്നത്. അർഹിക്കാത്ത ദാനമാണ് കൃപ എന്ന് പറയുന്നത്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്താണ് നോഹയ്ക്ക് ലഭിച്ചതായ കൃപ? ഒന്നാമതായി, ദൈവം നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിൽ രക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ജലപ്രളയം വരുത്തി ഭൂമിയിലെ സകല ജീവജാലങ്ങളെ നശിപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായപ്പോൾ നോഹയ്ക്ക് കുടുംബത്തിനും രക്ഷയുടെ മാർഗം ദൈവം ചെയ്തു കൊടുക്കുകയാണ്. അതിന് ദൈവം നോഹയോട് പറയുന്നത് എന്താണ്? നീ ഒരു പെട്ടകം ഉണ്ടാക്കണം,
ജലപ്രളയത്തിൻ്റെ മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്നതായ കാലഘട്ടത്തിലാണ് ദൈവം നോഹയോട് പറഞ്ഞത്, നീ ഒരു പെട്ടകം നിർമ്മിക്കുക. നോഹ 2 വട്ടം ആലോചിച്ചില്ല. ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഗോഫർ മരം കൊണ്ട് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള തട്ടുതട്ടായി ദൈവം കൽപ്പിച്ചതുപോലെ ഒരു പെട്ടകം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം നോഹയോട് പറഞ്ഞു, നീയും നിൻ്റെ പുത്രന്മാരും നിൻ്റെ ഭാര്യയും അവരുടെ ഭാര്യമാരും അതിൽ കടക്കണം. എല്ലാ ചരാചരങ്ങളിൽ നിന്നും 2 വീതം ആണും പെണ്ണുമായി ആ ജീവജാലങ്ങളെയും അതിൽ പ്രവേശിപ്പിക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. 6-ാം അധ്യായം 22-ാം വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ തന്നെ ചെയ്തു. നോഹ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഹി ഒബെയ്ഡ് ഹിസ് ലോർഡ് കംപ്ലീറ്റ്ലി. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ദൈവകൽപ്പന നോഹ അനുസരിച്ചു. ഈ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ 3 കാരണങ്ങൾ തിരുവചനത്തിൽ പറയുന്നുണ്ട്. അത് 6-ാം അധ്യായം 9-ാം തിരുവചനത്തിലുണ്ട്. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. 3 പ്രത്യേകതകൾ കൊണ്ടാണ് ദൈവം നോഹയെ സ്നേഹിച്ചതും തൻ്റെ കൃപ അവനിൽ കാണിച്ചതും. 1, അവൻ നീതിമാനായിരുന്നു. 2, അവൻ നിഷ്കളങ്കനായിരുന്നു. 3, അവൻ ദൈവത്തോട് കൂടെ നടന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ചൊരിയണമെങ്കിൽ നമ്മിലും ഈ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നീതിമാന്മാരായിരിക്കണം, നീതി പ്രവർത്തിക്കണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് കേരളത്തിലെ കുട്ടികളൊക്കെ ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മദ്രാസിൽ പരീക്ഷ എഴുതാൻ പോയ ചില മലയാളി കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പരീക്ഷ നടക്കുന്ന സമയത്ത് പരീക്ഷാ ഹാളിൽ മലയാളികളായ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ 3 കുട്ടികൾ ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരിക്കേണ്ടി വന്നു. കാരണം ക്ലാസ്സിൻ്റെ സ്ഥലപരിമിതി കൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ഈ ഒരു ബെഞ്ചിൽ 2 പേര് വെച്ചായിരിക്കുന്നു, പക്ഷേ ഒരു ബെഞ്ചിൽ 3 പേരാണ്. അപ്പോൾ എക്സാമിനർ വന്ന് ചോദിച്ചോ അത്രേ, വേർ ആർ യു ഫ്രം? അപ്പോൾ അവർ പറഞ്ഞു, വി ആർ ഫ്രം കേരള. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് മാത്യു. മറ്റൊരാൾ പറഞ്ഞു, വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് തോമസ്. വേർത്തൻ പറഞ്ഞു, മൈ നെയിം ഈസ് പോൾ. അപ്പോൾ ആ എക്സാമിനർ പറഞ്ഞു അത്രേ, ഹൈന്ദവനായ എക്സാമിനർ പറഞ്ഞു അത്രേ, യു ആർ ഫ്രം കേരള ആൻഡ് യു ആർ ക്രിസ്ത്യൻസ്, യു 3 ക്യാൻ സിറ്റ് ടുഗെദർ. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മലയാളികളാണ്, നിങ്ങൾ പോരാത്തിന് നിങ്ങൾ ക്രിസ്ത്യാനികളാണ്. എക്സാമിനർ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ബെഞ്ചിൽ 3 പേർക്ക് ഇരിക്കാം. എന്താ കാരണം? അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം വിശ്വസിച്ചു, മലയാളികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കോപ്പി അടിക്കുകയില്ല, നീതിയുള്ളവരാണ്. ഇത് പോയ തലമുറയിലെ കഥയാണ്. ഞാൻ സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിയൊക്കെ നോക്കിയിട്ടുള്ള ഒരു അധ്യാപകനും കൂടിയാണ്. ഇന്ന് കഥ ഇതല്ല. ഒരു അധ്യാപകൻ കണ്ണ് മാറിയാൽ അപ്പോൾ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നവരാണ് ഭൂരിപക്ഷം കുട്ടികളും. നീതി എന്ന് പറയുന്നത് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കും ഇല്ലാത്തത്. നമുക്ക് നീതി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ മക്കൾ നീതിയുള്ളവരായിരിക്കും. 2, നോഹ നിഷ്കളങ്കനായിരുന്നു. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. പ്രാവിൻ്റെ നിഷ്കളങ്കത എന്ന് പറയുന്നത് അതിൻ്റെ ആന്തരിക വിശുദ്ധിയിൽ നിന്നുള്ളതാണ്. പ്രാവ് അതിൻ്റെ കൂടുണ്ടാക്കുന്നത് കഴിയുന്നതും വിശുദ്ധ സ്ഥലങ്ങളിലാണ്. പള്ളികളിലോ അമ്പലങ്ങളിലോ
ഒക്കെയാണ് അത് കൂടുകെട്ടാറെന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധമായ സ്ഥലത്താണ് അത് പാർക്കുക. 2, അത് അഴുക്കൊന്നും കൊത്തി തിന്നാറില്ല. അത് നെന്മണികളോ അരികളോ അങ്ങനെയുള്ള നല്ല വസ്തുക്കൾ മാത്രമേ തിന്നൂ. ഒരഴുക്കും തിന്നാത്തൊരു പക്ഷിയാണത്. 3, അത് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നു. അതിന് ഇണ നഷ്ടപ്പെട്ടാൽ അത് ഏകനായി അല്ലെങ്കിൽ ഏകയായി കഴിയുന്നു എന്നാണ് പറയപ്പെടുക. അത് വിശുദ്ധിയോടെ ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ജീവിതവിശുദ്ധി, അതിൻ്റെ ഭക്ഷണവിശുദ്ധി, അതിൻ്റെ വാസവിശുദ്ധി. അനുഗ്രഹിക്കപ്പെട്ടവരെ, 1-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഏതിലൂടെയാണ് നടക്കുന്നത്? നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവരാണോ? നിങ്ങൾ പാപിയുടെ വഴിയിൽ നിൽക്കുന്നവരാണോ? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരാണോ? നിങ്ങളുടെ ജീവിതം നിഷ്കളങ്കമാണോ? കളങ്കമില്ലാത്തതാണോ? പാപം തീണ്ടാത്തതാണോ? വിശുദ്ധിയുള്ളതാണോ? നോഹയുടെ ജീവിതം നിഷ്കളങ്കമായിരുന്നു, വിശുദ്ധിയുള്ളതായിരുന്നു. 3, നോഹയെക്കുറിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച നോഹയെക്കുറിച്ച് പറയുന്നു. നോഹ തൻ്റെ തലമുറയിൽ ദൈവത്തോട് കൂടെ നടന്നു. ഹി വോക്ക്ഡ് അലോങ് വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ നടക്കാൻ സാധിച്ചവനാണ് നോഹ. പ്രിയപ്പെട്ടവരെ, ആദി പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനെ ഹവയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്താൻ വരുമായിരുന്നു. അപ്പോൾ ദൈവത്തോടു കൂടെ അവർ സഞ്ചരിച്ചിരുന്നു. ദൈവത്തോടു കൂടെ നടക്കുവാൻ ഭാഗ്യമുള്ളവരാണ് ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവർ. വിശുദ്ധനായി ദൈവത്തോടു കൂടെ നടക്കുവാൻ ആദിമാതാപിതാക്കൾക്ക് ഒരു കാലത്ത് പാപം ചെയ്യുന്നതുവരെ സാധിച്ചു. നോഹയ്ക്ക് സാധിച്ചു. എനിക്കും നിങ്ങൾക്കും ദൈവത്തോടു കൂടെ നടക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തോടു കൂടെ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം നൽകുവാനുമായിട്ട് 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഈ മഹത്തായ ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുക്കുന്നത്. തന്നോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നോടുകൂടെ നടക്കുക. ദൈവത്തോടു കൂടെ ഇരിക്കാൻ, ദൈവത്തോടു കൂടെ നടക്കാൻ ഭാഗ്യമുള്ള വ്യക്തികളായി ഞാനും നിങ്ങളും മാറണം. എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നടക്കാൻ പറ്റുക? ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കുന്നതിലാണ്. സങ്കീർത്തനം 119-105 പറയുന്നു, കർത്താവേ, നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ പാതയ്ക്ക് ദീപവുമാകുന്നു. ദൈവത്തിൻ്റെ വചനം അതായിരിക്കണം നമ്മളുടെ വഴിവിളക്ക്. അതായിരിക്കണം നമ്മുടെ മാർഗം. വഴി യേശു തന്നെയാണ്. സത്യം യേശു തന്നെയാണ്. ജീവൻ യേശു തന്നെയാണ്. അതുകൊണ്ട് കൃപ പ്രാപിക്കണമോ? 3 കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. നോഹയെപ്പോലെ നിഷ്കളങ്കനായിരിക്കണം, നീതിമാനായിരിക്കണം, ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തിൻ്റെ കൃപ, ഈ വാക്ക് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഓരോ ലേഖനത്തിൻ്റെയും അവസാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഓരോ ലേഖനം അവസാനിപ്പിക്കുമ്പോഴും അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ. വിശുദ്ധ ആരാധനയിൽ, കുർബാനയിൽ ഇത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, പുത്രനായ യേശുവിൻ്റെ കൃപ നമ്മിൽ ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ പ്രാപിച്ച മറ്റൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ മാലാഖ മറിയമിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്നാണ്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ് മറിയം. മറിയമിന് കൃപ ലഭിക്കുവാൻ എന്തായിരുന്നു കാരണം? അപ്പോസ്തലനായ പത്രോസ്ലീഹ എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം
നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്നാണ്. അപ്പോൾ ദൈവകൃപ മറിയമിലേക്ക് ഒഴുകാൻ അതായിരുന്നു കാരണമെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ മാലാഖ തൻ്റെ അറിയിപ്പ് കഴിഞ്ഞപ്പോൾ വിശുദ്ധ മറിയം പറയുന്ന വാക്കുകളാണ്: കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, ഐ ആം ദി സെർവൻറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ദാസിയാണ് ഞാൻ. വിനയപ്പെടുത്തുകയാണ്, താഴ്മയുള്ളവളായി തീരുകയാണ്. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാഗീതത്തിൽ മറിയമിനെക്കുറിച്ച് ഇങ്ങനെ പാടുന്നു: ലോകരിലേവൻ മറിയാമെ പോൽ താഴ്ന്നിട്ടുണ്ട്, അവളോട് തുല്യം ഉന്നത പദവിയും ആരാർജിച്ചു. മറിയമിനെ പോലെ ആരാണ് ഇത്രമാത്രം വിനയപ്പെട്ടിട്ടുള്ളത്? ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഇത്രമാത്രം വിനയപ്പെട്ട മറ്റാരാണ് ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തു വിനയത്തിൻ്റെ മകുടോദാഹരണമാണ്, നമുക്കറിയാം. കാരണം അവൻ മനുഷ്യനായി തീർന്നത്, ദാസവേഷം സ്വീകരിച്ചത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് വിനയത്താലാണ്. ആ വിനയത്താൽ മറിയം ഇതാ ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം അർഹത നേടി എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ നോഹയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവകൃപ പ്രാപിക്കുവാൻ നോഹയ്ക്ക് കാരണമായത് 3 ഗുണങ്ങളാണെങ്കിൽ മറിയമിന് ഇതാ അതിന് പ്രധാന കാരണമായി തീർന്നത് താഴ്മയാണ്, വിനയമാണ്, സമർപ്പണമാണ്. കണ്ടാൽ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ദൈവകൃപ നമ്മിലേക്ക് ഒഴുകുവാൻ താഴ്മ ആണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമുക്കറിയാം, ഉയർന്ന സ്ഥലത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു ടാപ്പിൽ നിന്നുള്ള വെള്ളം ഒഴുക്കുവാൻ പ്രയാസമാണ്. ഒരേ ലെവലിലുള്ള ഒരു വാട്ടർ ടാങ്കും വേറൊരു പാത്രവും സങ്കല്പിക്കുക. ഒരേ ലെവലിലാണ് എങ്കിൽ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഒഴുകുകയില്ല. വാട്ടർ ടാങ്കിലെ വെള്ളം ഒഴുകണമെങ്കിൽ അതിൻ്റെ ജലനിരപ്പിനേക്കാൾ അല്പം താഴ്ന്നിരിക്കണം അത് ഒഴുക്കേണ്ട പാത്രം. ഉന്നതനായ ദൈവത്തിൻ്റെ കൃപകൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കണം എന്ന് അർത്ഥം. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, മറിയമിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്നാൽ കൃപ ലഭിക്കുമ്പോൾ എല്ലാവരും മറിയമിനെ പോലെ അത് സ്വീകരിക്കണമെന്നില്ല. കൃപ ലഭിച്ചിട്ട് സ്വീകരിക്കാത്ത ആളുകൾ തിരുവചനത്തിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിൽ സഖരിയാവിനെയും എലിസബത്തിനെയും നമ്മൾ പരിചയപ്പെടുകയാണ്. സഖരിയാവ് തൻ്റെ ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവന് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അറിയിച്ചു. കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ലൂക്കോസ് 1:11 തിരുവചനം. സഖരിയാവ് അവനെ കണ്ട് ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയപരവശനായി തീർന്നു. അപ്പോൾ ദൂതൻ അവനോട് പറഞ്ഞത്: സഖരിയാവേ, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ വാഗ്ദാനം അതൊരു ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മൾ അർഹിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയായ ഈ ഒരു പുത്രനെ ലഭിക്കുമെന്ന് സഖരിയാവ് കേട്ടിട്ട് ആ സഖരിയാവ് സംശയിച്ചു എന്നാണ് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയുള്ള മകനാണ്? ഈ മകൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുത്രനാണ്. ഈ മകൻ്റെ പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 14-ാം തിരുവചനം മുതൽ: 1. ഇവൻ്റെ ജനനത്തിൽ നിനക്ക് സന്തോഷം ഉണ്ടാകും. അവൻ്റെ ജനനത്തിൽ നീ മാത്രമല്ല പലരും സന്തോഷിക്കും. ഇനി അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ഈ മകൻ്റെ മറ്റൊരു പ്രത്യേകത, അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. മറ്റൊന്ന്, അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. മറ്റൊരു കാര്യം, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഇനിയും പറയുകയാണ്, അവൻ അമ്മയപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും
തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇത്രയേറെ കഴിവുകളുള്ള അനുഗ്രഹങ്ങളുള്ള ഒരു പുത്രനെയാണ് ലഭിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു നിമിഷം സഖര്യാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നവളും ആണല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ ദൂത് വിശ്വസിക്കാത്തത് കൊണ്ട് ഈ കുഞ്ഞ് ജനിക്കുന്നവരെ നീ ഊമനായിരിക്കും. അങ്ങനെ സംസാരിക്കാൻ ശേഷിയുള്ളവനായി ധൂപം വയ്ക്കാൻ കയറിപ്പോയ, വിശുദ്ധ സ്ഥലത്ത് കയറിപ്പോയവനായ സഖര്യാവ് തിരിച്ചു വന്നപ്പോൾ ഊമനായിട്ടാണ് വന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതാ ചിലർക്ക് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനുള്ള തടസ്സമെന്ന് പറയുന്നത് അവിശ്വാസമാണെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃപ പ്രാപിക്കാനുള്ള ഗുണങ്ങൾ നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. അതായത് നീതിമാനായിരിക്കുക, നിഷ്കളങ്കനായിരിക്കുക, ദൈവത്തോടു കൂടെ നടക്കുക, വിനയമുള്ളവളായിരിക്കുക അല്ലെങ്കിൽ വിനയമുള്ളവനായിരിക്കുക. കൃപ പ്രാപിക്കാനുള്ള തടസ്സം നമ്മൾ സഖര്യാവിൻ്റെ ജീവിതത്തിലാണ് കാണുന്നത്. അത് അവിശ്വാസമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ, വചനങ്ങളിൽ അവിശ്വസിച്ചാൽ ദൈവകൃപ ഒഴുകുന്നതിന് അതാണ് തടസ്സം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നതിന് തടസ്സമായിട്ടുള്ളത് ബ്ലോക്കുകളാണ് അവിശ്വാസം. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിലെ രക്തം പമ്പ് ചെയ്ത് ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് തിരിച്ച് രക്തം നമ്മുടെ ധമനികൾ വഴി ഒഴുകി ഹൃദയത്തിലേക്ക് എത്തുകയും വേണം. ഹൃദയം ശക്തമായി ഇടിക്കുന്നത് കൊണ്ടാണ് രക്തക്കുഴലുകൾ വഴി ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളിലേക്ക് എത്തുന്നത്. ഈ രക്തം പോകുന്നതായ രക്തക്കുഴലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റുകൾ ഉണ്ടായാൽ നമ്മൾ പറയും ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്കാണ്. ഹൃദയമിടിക്കുമ്പോൾ രക്തം പമ്പ് ചെയ്യാൻ തടസ്സം വന്നാൽ നെഞ്ചുവേദന അനുഭവപ്പെടും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ആ രോഗി മരണപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അവിശ്വാസമെന്ന ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതം മരിക്കും. അവിശ്വാസമെന്ന ബ്ലോക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വന്നു ചേർന്നാൽ അവിശ്വാസ ജീവിതം മരിക്കും. അവിശ്വാസി മരിച്ചു, പിന്നെ ഒരാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇന്ന് ആ ക്രിസ്തീയ ഗോളത്തിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ടെങ്കിലും അവിശ്വാസ നിമിത്തം പലരും മരിച്ചവരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അവരെക്കുറിച്ച് പറയുന്നത്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പോൾ ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷെ മരിച്ചവരാണ്. കാരണം അവിശ്വാസമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് അനേകരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ തടസ്സം, കൃപയുടെ തടസ്സം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഓർക്കണം, നമുക്ക് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനായിട്ട് സാധിക്കും. മറിയം ദൈവവചനത്തിൽ വിശ്വസിച്ചു, കൃപ പ്രാപിച്ചു. നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, കുടുംബമായിട്ട് രക്ഷപ്പെട്ടു. അനേക ജീവജാലങ്ങളെ രക്ഷിക്കുന്നതിനുള്ള പെട്ടകം തീർക്കാൻ തക്കവണ്ണം വിശ്വാസമുള്ളവനായി തീർന്നു നോഹ. അതുപോലെ തന്നെ അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്, അബ്രഹാമേ, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അബ്രഹാം അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ് ദൈവ കൃപ പ്രാപിക്കാനുള്ള മാർഗം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ദൈവവചനത്തെ എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത്? ദൈവവചനത്തെ കണ്ണുമടച്ച് സ്വീകരിക്കുവാൻ, അതുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവകൃപ പ്രാപിക്കും. ഹല്ലേലൂയ. കണ്ണുമടച്ച് ദൈവവചനത്തിൽ വിശ്വസിക്കുക. ഇന്ന് വിശ്വാസത്താൽ നമ്മൾ യേശുവിനെ തൊടുമോ, അവനെ വിശ്വാസത്താൽ തൊടുമോ, അവനെ തൊട്ടാൽ നമുക്ക് സൗഖ്യം വരും, നമുക്ക് അനുഗ്രഹം ലഭിക്കും, നമുക്ക് കൃപ ലഭിക്കും. മക്കളില്ലാത്ത അനേക ദമ്പതിമാർക്ക് ഈ കാലഘട്ടത്തിൽ മക്കളുണ്ടാകുന്നു. വൈദ്യശാസ്ത്രം പറയുന്നു ഇറ്റ് ഈസ് ക്വൈറ്റ് ഇംപോസിബിൾ. ഡോക്ടർമാർ പറയുന്നു മക്കൾ ഉണ്ടാവുകയില്ല. പക്ഷേ ധ്യാനത്തിൽ സംബന്ധിച്ച് അനേക സഹോദരന്മാർ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾക്ക് മക്കൾ കർത്താവ് തരും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന അനേകരുടെ ജീവിതത്തിൽ പിറ്റേ വർഷം കർത്താവ് ഉദരബലം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട്
വിശ്വാസം ആണ് അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇതാ വിശ്വാസത്താൽ സഖര്യാവിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, മറിയമിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടു. ഇനിയും വിശ്വാസത്താൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. നമ്മൾ രക്ഷ പ്രാപിക്കുന്നതും വിശ്വാസത്താലാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുകയാണ്, കൃപയാലല്ലോ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവകൃപ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. വിശ്വാസം വേണം, ഒപ്പം അത് ദൈവത്തിൻ്റെ ദാനവുമാണ്. കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നമ്മളിന്ന് രക്ഷയുടെ അനുഭവത്തിലാണെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമരണം മൂലം രക്ഷിക്കപ്പെട്ടവരാണ്, ആ ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഓർക്കുക, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്, ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ കൃപ നമ്മളെ എന്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചില കാര്യങ്ങൾക്കത് സജ്ജരാക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി, ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളും കാത്തിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കൃപ പ്രാപിപ്പാൻ വേണ്ടി വിശുദ്ധരും നിഷ്കളങ്കരും ദൈവത്തോട് കൂടെ നടക്കുന്നവരും വിനയമുള്ളവരുമായി തീരുവാനും, കർത്താവെ കൃപ പ്രാപിച്ച് അങ്ങേ സാക്ഷിക്കുന്നവരായി അപ്പോസ്തലനായ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, തോമസ് ലീഹായെ പോലെ, മദർ തെരേസയെ പോലെ അങ്ങേ സാക്ഷിക്കുന്നവരായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നീതിപ്രവൃത്തിയാകുന്ന വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങേ എതിരേൽപ്പാൻ, തിരുസന്നിധിയിൽ കാണപ്പെടുവാൻ, മണവാട്ടിയായി നിത്യരാജ്യത്തിൽ ചേർക്കപ്പെടുവാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഞങ്ങളെവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.